നമസ്കാരം. UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടന്റെ പ്രതാപം വീണ്ടെടുക്കാൻ വിദേശ ധനസഹായം പുനഃസ്ഥാപിക്കണമെന്ന് ആന്റി ബെൻഹാമിനോട് ലേബർ പാർട്ടിയിലെ എംപിമാർ. പ്രധാനമന്ത്രിയാവാൻ തയ്യാറെടുക്കുന്ന ബെൻഹാമിനോട് സ്വന്തം പാർട്ടിയിലെ എംപിമാരാണ് ആവശ്യമുന്നയിച്ചത്. ന്യൂ എക്കണോമിക്സ് ഫൗണ്ടേഷൻ പുറത്തിറക്കാനിരിക്കുന്ന ലേഖന സമാഹാരത്തിലാണ് എംപിമാരുടെ നിർദ്ദേശമുള്ളത്. ദേശീയ വരുമാനത്തിന്റെ 0.7% വിദേശ സഹായ ഫണ്ടിലേക്ക് മാറ്റിവെക്കുന്ന മുൻ പ്രധാനമന്ത്രി ഗോർഡൻ ബ്രൗണിന്റെ നയത്തിലേക്കും രാജ്യം തിരികെ പോകണമെന്ന് മുൻ മന്ത്രി ഫ്യൂലർ ആൻസൺ ആവശ്യപ്പെട്ടു. ഋഷി സുനകനും തുടർന്ന് വന്ന കെയർ സ്റ്റാമറും പ്രതിരോധം ശക്തമാക്കാൻ ഈ തുക വെട്ടിക്കുറച്ചിരുന്നു. എന്നാൽ വിദേശ സഹായം നിർത്തുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ രാജ്യത്തിന് തിരിച്ചടിയാകുമെന്നും ഇതിനായി 10 വർഷത്തെ കൃത്യമായ ഒരു കർമ്മ പദ്ധതി വേണമെന്നും അവർ പറഞ്ഞു. 2027 UK ലഭിക്കുന്ന G20 അധ്യക്ഷ പദവി ഉപയോഗിച്ച് ലോകത്തിലെ അതിസമ്പന്നരുടെ സ്വത്തിന്മേൽ ഒരേപോലെ നികുതി ചുമത്തുന്ന ആഗോള സമ്പദ് നികുതി നടപ്പിലാക്കാൻ UK നേതൃത്വം നൽകണമെന്ന് ലിയാം ബെൻ എംപി നിർദ്ദേശിച്ചു. ഇത് പാവപ്പെട്ട രാജ്യങ്ങളുടെ വിഭവ സമാഹരണത്തിന് സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന രാജ്യങ്ങളിലെ കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ $100 കോടി സമാഹരിക്കുന്ന പദ്ധതിക്ക് UK നേതൃത്വം നൽകണമെന്നാണ് ഗാരത്ത് തോമസിന്റെ ആവശ്യം. കൂടാതെ 2030 അവസാനിക്കുന്ന UN-ന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്ക് പകരമുള്ളവ കണ്ടെത്താൻ G20, G7 വേദികൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെറും പ്രതിരോധാത്മകമായ വിദേശ നയങ്ങളിൽ നിന്നും മാറി വികസനത്തിലും സമ്പദ് നികുതിയിലും ലോകത്തിന് മാതൃകയാകാൻ ബ്രിട്ടന് മുന്നിലുള്ള സുവർണ അവസരമാണ് ഇതെന്നും NEF ചീഫ് എക്സിക്യൂട്ടീവ് ഡാനി ശ്രീകണ്ഠരാജി വ്യക്തമാക്കി. ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കുള്ള സഹായങ്ങൾ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് പൗണ്ടിന്റെ വായ്പാ പദ്ധതികൾ ചാൻസലർ റേച്ചൽ റീവ്സ് പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ട്. ചാൻസലർ എന്ന നിലയിൽ ഇവരുടെ അവസാനത്തെ നടപടിയായിരിക്കും ഇത് എന്നാണ് പൊതുവെ കരുതുന്നത്. വരുന്ന ചൊവ്വാഴ്ച നടക്കുന്ന വിരമിക്കൽ പ്രസംഗത്തിൽ ഇതു സംബന്ധിച്ച പ്രസ്താവന റേച്ചൽ റീവ്സ് നടത്തും എന്ന് കരുതുന്നു. വാണിജ്യ വായ്പകൾക്ക് 70% വരെ സർക്കാർ ഗ്യാരണ്ടി നൽകുന്ന ഗ്രോത്ത് ഗ്യാരണ്ടി സ്കീമിന് കാര്യമായ പ്രോത്സാഹനം നൽകുന്നത് ഉൾപ്പെടെയായിരിക്കും ഇത്. 2022 ആരംഭിച്ചതിനു ശേഷം ഇതുവരെ ചെറുകിടം ഇടത്തര സ്ഥാപനങ്ങൾക്കായി 3.7 ബില്യൺ പൗണ്ടാണ് GGS വഴി വായ്പ നൽകിയിട്ടുള്ളത്. ചാൻസലറുടെ പുതിയ നിർദ്ദേശപ്രകാരം 6.5 ബില്യൺ പൗണ്ട് കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കപ്പെടും. ഇതുവഴി അടുത്ത 3 വർഷക്കാലത്തിനിടയിൽ ബ്രിട്ടനിൽ 33,000 വ്യവസായ സ്ഥാപനങ്ങൾക്ക് പ്രയോജനം ലഭിക്കും എന്നാണ് കരുതുന്നത്. വായ്പാ കാലാവധി 6 വർഷത്തിൽ നിന്നും 10 വർഷമായി ഉയർത്തും. അതിനോടൊപ്പം നേരത്തെ 45 മില്യൺ പൗണ്ട് വരെ വിറ്റുവരവുണ്ടായിരുന്ന കമ്പനികളെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നതെങ്കിൽ കൂടുതൽ പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതിനായി പരിധി 54 മില്യൺ പൗണ്ടാക്കി ഉയർത്തുകയും ചെയ്യും. ബ്രിട്ടന്റെ സമ്പദ് വ്യവസ്ഥ ശക്തമാക്കുന്നതിനായുള്ള നടപടികളുടെ ഭാഗമാണ് ഇതെന്നാണ് ചാൻസലർ അവകാശപ്പെടുന്നത്. നേരത്തെ ബോൺഫെയറിൽ മോസ്കിന്റെ രൂപം വെച്ച് വിവാദമായെങ്കിൽ ഇത്തവണ കുടിയേറ്റ വിരുദ്ധ പോസ്റ്ററുകളാണ് ബോൺഫെയറിൽ ഇടം പിടിച്ചത്. വടക്കൻ ബെൽഫാസ്റ്റിലെ ഒരു മൈതാനത്തിനു സമീപം സ്ഥാപിച്ച ബോൺഫെയറിലാണ് നോർത്തേൺ അയർലൻഡിലെ ചില രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങളടക്കമുള്ളവ ഇടം പിടിച്ചത്. ഇതിന്റെ ഏറെ ശ്രദ്ധ നേടുന്ന രീതിയിൽ സ്ഥാപിച്ച ചിത്രം മുഖം മൂടിയണിഞ്ഞ് കൈകളിൽ കത്തിയുമായി ഒരു പറ്റം ആളുകൾ നിൽക്കുന്ന പുരയിടത്തിലേക്ക് ആട്ടിൻപറ്റം ഗേറ്റ് നടന്നു ചെല്ലുന്നതാണ്. ഷോർക്രിൻസിലെ ബോൺഫെയറിലാണ് ഈ ചിത്രം ഉൾപ്പെടുത്തിയത്. മാത്രമല്ല ബോൺഫെയറിൽ തൂക്കിയിട്ടിരിക്കുന്ന ബാനറുകളിൽ ചെറിയ ബോട്ടുകളുടെ ചിത്രങ്ങളും സിൻഫീൻ, SDLP, അലയൻസ് പാർട്ടി, പീപ്പിൾസ് ബിഫോർ പ്രോഫിറ്റ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളെ സൂചിപ്പിക്കുന്ന പ്രതീകങ്ങളും ഉണ്ട്. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള ബോൺഫയറുകളിലും കുടിയേറ്റ വിരുദ്ധ പ്രകടമാകുന്ന മുദ്രാവാക്യങ്ങളും ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വാതിലുകൾ തുറക്കൂ, അതിർത്തികൾ തുറക്കൂ, നിങ്ങളുടെ ആടുകൾ അവരുടെ ഭക്ഷണമാണ് എന്നാണ് വടക്കൻ ബെൽഫാസ്റ്റിലെ ബോൺഫെയറിൽ തെളിയുന്ന മുദ്രാവാക്യം. വടക്കൻ അയർലൻഡ് UKയുടെ ഭാഗമായി തുടരണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗത്തിന് ഭൂരിപക്ഷത്തുള്ള പ്രദേശങ്ങളിൽ എല്ലാ വർഷവും ഓറഞ്ച് ഓർഡറിന്റെ 12th of July പരേഡിന് മുമ്പായി ഇത്തരത്തിലുള്ള ബോൺഫെയർ കത്തിക്കാറുണ്ട്. ഇത് ഈ ആഘോഷത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അവയിൽ മിക്കതും വിവാദമാകാറില്ല എങ്കിലും ചിലവ് പലപ്പോഴും വിവാദങ്ങൾക്ക് വഴിതെളിക്കാറുണ്ട്. റെക്കോർഡുകൾ തകർത്ത് ഉഷ്ണതരംഗം ബ്രിട്ടനെ വിടാതെ പിടികൂടുമ്പോൾ വരുന്ന ഏതാനും ദിവസങ്ങളിൽ UKയുടെ ചില ഭാഗങ്ങൾ കാട്ടുതീ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലെന്ന് മുന്നറിയിപ്പ്. തെക്കൻ ഇംഗ്ലണ്ടിന്റെ ചില ഭാഗങ്ങളിലും തെക്കൻ മിഡ്ലാൻഡിലെ ചില പ്രദേശങ്ങളിലുമാണ് ഇതിനുള്ള സാധ്യത കൂടുതലെന്ന് നാച്ചുറൽ ഇംഗ്ലണ്ട് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും മറ്റു ചിലയിടങ്ങളിലും കാട്ടുതീ പടരാനുള്ള സാധ്യത കുറവല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. UKയുടെ ചില ഭാഗങ്ങളിൽ ഉഷ്ണതരംഗം 2ാമത്തെ ആഴ്ചയും തുടരുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അതിനിടയിൽ UK ആരോഗ്യ സുരക്ഷാ ഏജൻസി പുതിയ ആംബർ മഞ്ഞ ഹീറ്റ് ഹെൽത്ത് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. ഇന്നലെ രാവിലെ 9 മണിയോടെ നിലവിൽ വന്ന ഈ മുന്നറിയിപ്പ് ജൂലൈ 15 രാത്രി 9 മണി വരെ പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കും.
ആരോഗ്യ സോഷ്യൽ കെയർ സർവീസുകൾക്ക് മേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതുപോലെ മരണസംഖ്യ പ്രത്യേകിച്ചും പ്രായമായവർക്കിടയിലും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നവർക്കിടയിലും വർദ്ധിക്കുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ചെറിയ കാറ്റിന്റെ ഫലമായി കഴിഞ്ഞ ദിവസങ്ങളിൽ താപനിലയിൽ ചെറിയ കുറവ് ഉണ്ടായെങ്കിലും ഈ ആഴ്ചയും ഉഷ്ണതരംഗം തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. വടക്കൻ കടലിന്റെ തീരപ്രദേശങ്ങളിലായിരുന്നു താപനിലയിൽ കാര്യമായ തോതിൽ കുറവ് അനുഭവപ്പെട്ടത്. ഇവിടെ താപനില 18 ഡിഗ്രിക്കും 21 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരുന്നു. എന്നാൽ ഇംഗ്ലണ്ടിന്റെ പടിഞ്ഞാറൻ മേഖലയിലും വെയിൽസിലും താപനില വ്യാപകമായി തന്നെ 26 ഡിഗ്രി സെൽഷ്യസിനും 30 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായി തന്നെ തുടരും. തെക്ക് കിഴക്കൻ വെയിൽസിലും തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലും താപനില 31 ഡിഗ്രിക്കും 33 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. റെക്കോർഡുകൾ ഭേദിച്ചെത്തുന്ന 3 ഉഷ്ണതരംഗങ്ങളും ദീർഘകാലമായ ഒരു ഇടവേളയിൽ മഴ ലഭിക്കാത്തതുമാണ് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും പല ഭാഗങ്ങളിലും കാട്ടുതീക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ചത്. വരുന്ന ഏതാനും ദിവസങ്ങൾ കൂടി വരണ്ട ചൂടുള്ള കാലാവസ്ഥ തുടരുന്നതും അന്തരീക്ഷത്തിൽ ആർദ്രത കുറയ്ക്കുന്നതും ഒപ്പം ശക്തമായ കാറ്റും കാട്ടുതീക്ക് അനുകൂല ഘടകങ്ങളാണ്. മാത്രമല്ല, ശക്തമായ കാറ്റിൽ തീ അതിവേഗം മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ ആഴ്ച പകുതിക്കു ശേഷം കാറ്റിന്റെ ശക്തി ഒന്ന് കുറയുന്നതിനാൽ അപകട സാധ്യതയും കുറയും. അനസ്തെറ്റിസ്റ്റുമാരുടെ ക്ഷാമം മൂലം പ്രതിവർഷം 15 ലക്ഷത്തോളം ശസ്ത്രക്രിയകൾ മുടങ്ങുന്നതായി റിപ്പോർട്ട്. ഇംഗ്ലണ്ടിലും സ്കോട്ട്ലൻഡിലും വെയിൽസിലും നോർത്തേൺ അയർലൻഡിലുമായി 80 ലക്ഷത്തിലധികം പേരാണ് വിവിധ ശസ്ത്രക്രിയകൾക്കായി കാത്തുനിൽക്കുന്നത്. അവരിൽ പലർക്കും അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് മുൻപും ശസ്ത്രക്രിയാ സമയത്തും അതിനുശേഷവും വേദന സംഹാരികളും അനസ്തേഷ്യയും നൽകുന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ കുറവ് പ്രതിദിനം 4000 ശസ്ത്രക്രിയകൾ വരെ മാറ്റിവെക്കേണ്ട സാഹചര്യം ഒരുക്കുകയാണ്. ബ്രിട്ടനിൽ ആവശ്യമുള്ളതിലും 2256 അനസ്തെറ്റിസ്റ്റുമാരുടെ കുറവാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് മുടങ്ങിക്കിടക്കുന്ന ചികിത്സകൾ എത്രയും പെട്ടെന്ന് നൽകാനുള്ള NHSന്റെ ഉദ്യമത്തിന് വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. അനസ്തെറ്റിക് സർവീസിന്റെ സമഗ്രമായ പുനരവലോകന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ദി ഗാർഡിയനാണ് ഇപ്പോൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശസ്ത്രക്രിയകൾ നീണ്ടുപോകുന്നത് നിരവധി പേർക്ക് മാനസികവും ശാരീരികവുമായ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അനസ്തെറ്റുമാരുടെ ക്ഷാമം NHSന്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതിനോടൊപ്പം ഏജൻസി ഡോക്ടർമാരെ നിയമിക്കുന്നതിനാൽ വലിയൊരു തുക ചെലവാക്കേണ്ട സ്ഥിതിയും വരുന്നുണ്ട്. റോയൽ കോളേജ് ഓഫ് അനസ്തെറ്റിക് നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് ഇപ്പോൾ ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷിച്ച രീതിയിലുള്ള വിദേശ വിദ്യാർത്ഥികളുടെ ഒഴുക്ക് ഇല്ലാതെ പോയതും മറ്റ് സാമ്പത്തിക സമ്മർദ്ദങ്ങളും കാരണം അടുത്ത 12 മാസ കാലയളവിൽ 24 UK യൂണിവേഴ്സിറ്റികളിലെങ്കിലും അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് റിപ്പോർട്ട്. ഉന്നത വിദ്യാഭ്യാസവും യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട ഈ വർഷം ആദ്യം UK ജനപ്രതിനിധി സഭ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഇവയിൽ 7 യൂണിവേഴ്സിറ്റികളിൽ 3000-ലധികം വിദ്യാർത്ഥികൾ നിലവിൽ പഠിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി കുറയ്ക്കുന്നതിനുള്ള നടപടികൾ എടുത്തില്ലെങ്കിൽ 2025-26 അധ്യയന വർഷത്തിൽ 124 സ്ഥാപനങ്ങൾ നഷ്ടത്തിലാകും പ്രവർത്തിക്കുകയെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പുതുതായി എൻറോൾ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ, പ്രത്യേകിച്ച് വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഉണ്ടായ കുറവും ഒപ്പം പ്രവർത്തന ചെലവ് വർദ്ധിച്ചു വരുന്നതുമാണ് ഈ സ്ഥിതി സംജാതമാകാൻ പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത്. ഉന്തിനൊപ്പം ഒരു തള്ള് എന്നതുപോലെ ഉയർന്ന വായ്പകളും ഈ മേഖലയിൽ ഉയർന്നു വന്നിരിക്കുന്ന തീവ്രമായ മത്സരവും ഇത്തരമൊരു അവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്. യൂണിവേഴ്സിറ്റികളുടെ പ്രധാന വരുമാന സ്രോതസ്സുകളായ വിദേശ വിദ്യാർത്ഥികളുടെ എൻറോൾമെന്റ് ഈ വർഷം 8.6% വർദ്ധിക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും 6.3% മാത്രമാണ് വർദ്ധിച്ചതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. പല യൂണിവേഴ്സിറ്റികളും ഇതിനോടകം തന്നെ ജീവനക്കാരെ പിരിച്ചുവിടുകയും ചില കോഴ്സുകൾ നിർത്തലാക്കുകയും പുതിയ നിയമനങ്ങൾ മരവിപ്പിക്കുകയും ആസ്തികൾ വിൽക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു. ജനപ്രതിനിധി സഭയിൽ വിദ്യാഭ്യാസ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടും അടച്ചുപൂട്ടന്റെ വക്കിലെത്തി നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളെ രക്ഷിക്കുന്നതിനായി ഇനിയും ഫലപ്രദമായ നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടില്ല. ഈ വർഷത്തെ ആദ്യ 4 മാസ കാലയളവിൽ വിദേശ വിദ്യാർത്ഥികളുടെ വരവിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 33% കുറവുണ്ടായതായാണ് ഹോം ഓഫീസിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ ഒരു ഡെപ്യൂട്ടി മേയർ ആവുക എന്നത് അപൂർവം, ചിലർക്ക് മാത്രം കൈവരിക്കാവുന്ന നേട്ടമാണ്. എന്നാൽ സ്വന്തം നാട് വിട്ട് ഒരു വിദേശ നഗരത്തിന്റെ ഡെപ്യൂട്ടി മേയർ പദവിയിലെത്തുക എന്നത് കേവലം ഒരു രാഷ്ട്രീയ വിജയമല്ല, മലയാളി പെരുമയുടെ പുതിയ ചരിത്രം എഴുതിയിരിക്കുകയാണ് സജീഷ് ടോം. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടനിലെ ബേസിംഗ്സ്റ്റോൺ ബറോ ഹൗൺസിന്റെ പുതിയ ഡെപ്യൂട്ടി മേയറാണ് സജീഷ് ടോം.
ഹാംഷെയർ കൗണ്ടിയിൽ കൗൺസിലർ സ്ഥാനവും അദ്ദേഹം വഹിക്കുന്നുണ്ട്. ഇന്ത്യയെ 28 സംസ്ഥാനങ്ങളായി വിഭജിച്ചിരിക്കുന്നത് പോലെ ബ്രിട്ടനെ 21 കൗണ്ടി കൗൺസിലുകളായാണ് വിഭജിച്ചിരിക്കുന്നത്. ജനസംഖ്യയുടെ 93% വെള്ളക്കാർ താമസിക്കുന്ന ഹാംഷെയർ കൗണ്ടിയിൽ നിന്നാണ് സജീഷിന്റെ ജയം എന്നത് വിജയത്തിന് മാറ്റുകൂട്ടുകയാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും നാട്ടിലെ മേയർമാരിൽ നിന്നും കുറച്ച് വ്യത്യസ്തനാണ് കേട്ടോ നമ്മുടെ ഈ ഡെപ്യൂട്ടി മേയർ. കാരണം താൻ ഡെപ്യൂട്ടി മേയർ ആയിരിക്കുന്ന ബേസിംഗ്സ്റ്റോക്കിൽ നിന്നും NHS ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ ജീവനക്കാരൻ കൂടിയാണ് സജീഷ് ടോം. ജോലിക്ക് ശേഷമുള്ള സമയമെല്ലാം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ് അദ്ദേഹം. ഒരേ സമയം കൗണ്ടി കൗൺസിലിലും ബറോ കൗൺസിലിലും അംഗമാവുക എന്നത് തന്നെ വിരളമാണെന്നിരിക്കെ അതിനൊപ്പം ബറോയുടെ ഡെപ്യൂട്ടി മേയർ കൂടി ആവുക എന്ന അപൂർവതയിലേക്കാണ് സജീഷ് ഡെപ്യൂട്ടി മേയറുടെ കസേര വലിച്ചിട്ടിരിക്കുന്നത്. UK-യിലെ മേയർ പ്രോട്ടോകോൾ അനുസരിച്ച് അടുത്ത വർഷം മെയ്യിൽ സജീഷ് ടോം മേയറായി തിരഞ്ഞെടുക്കപ്പെടും. ഇതോടെ ജോലിയിൽ നിന്നും താൽക്കാലിക അവധിയെടുത്ത് മുഴുവൻ സമയം ജനങ്ങളോടൊപ്പം നിൽക്കാനാണ് സജീഷിന്റെ തീരുമാനം. 2005-ലാണ് സജീഷ് ബ്രിട്ടനിലെത്തുന്നത്. ഭാര്യ ആൻസി NHS-ലെ നഴ്സാണ്. മകൾ അലീന ലണ്ടനിൽ ജോലി ചെയ്യുകയാണ്. കോട്ടയം ജില്ലയിലെ വൈക്കം ചെമ്പ് അഞ്ചുതൈക്കൽ കുടുംബാംഗമായ സജീഷ് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്ത് അതിർത്തിക്കുള്ള തെക്കൻ പറവൂരിലാണ് നാട്ടിൽ വരുമ്പോൾ താമസം. രാജ്യത്തെ 3ാമത്തെ വലിയ കൗണ്ടിയായ ഹാംഷെയറിലെ ആകെയുള്ള 78 സീറ്റുകളിൽ രാജ്യം ഭരിക്കുന്ന ലേബർ പാർട്ടിക്ക് ലഭിച്ച ഒരേ ഒരു വിജയം സജീഷ് ടോം എന്ന മലയാളിയുടേതായിരുന്നു. കുടിയേറ്റ വിരുദ്ധ പാർട്ടിയായ റിഫോം UK ബേസിംഗ്സ്റ്റോക്ക് നോർത്ത് ഡിവിഷനിൽ 10%-ലേറെ വോട്ടുകൾക്ക് വിജയിക്കുമെന്നായിരുന്നു സ്വതന്ത്ര ഏജൻസിയായ പോൾചെക്ക് പ്രവചിച്ചിരുന്നത്. എന്നാൽ ഈ പ്രവചനങ്ങളെയെല്ലാം പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സജീഷ് അവിടെ വിജയക്കൊടി പാറിച്ചത്. തീവ്ര വലതുപക്ഷക്കാരുടെ ശക്തമായ കുത്തൊഴുക്കിൽ ലേബർ പാർട്ടിക്ക് ഒരൊറ്റ പ്രതീതി പോലും ഇല്ലാത്ത കൗണ്ടിയായി ഹാംഷെയർ മാറുകയായിരുന്നു. എന്നാൽ ആ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെ നാണക്കേടിൽ നിന്നും കാത്തുരക്ഷിക്കാൻ സജീഷിന്റെ ഈ മിന്നും വിജയത്തിന് സാധിച്ചു. UK-യിലെ കായിക പ്രേമികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ഒരുമ ബ്ലാക്ക് ബാൻഡ് ഫുൾ ലീഗ് സീസൺ 2 വടംവലി മത്സരത്തിൽ ലിവർപൂൾ മലയാളി അസോസിയേഷൻ വനിതാ ടീമിന് വിജയം. ജൂലൈ 11-ന് ബ്ലാക്ക് ബാൻഡിൽ വെച്ച് നടന്ന കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് ലിമയുടെ പെൺപട കിരീടം ചൂടിയത്. ഫൈനലിൽ ആതിഥേയന്മാരായ ഒരുമ ബ്ലാക്ക് ബാൻഡിനെയാണ് ലിമയുടെ പെൺപുലികൾ അടിയറവ് പറയിച്ചത്. UK-യിലെ പ്രമുഖ ടീമുകളായ കിങ്സ് ഓൾഡ്ഹാം, സ്റ്റോക്ക് എലൈറ്റ്, UMA ബ്ലാക്ക് ബാൻഡ് എന്നിവർക്കെതിരെ തുടർച്ചയായ വിജയങ്ങൾ നേടിയാണ് ലിമ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടിയത്. കോച്ച് ഹരികുമാർ ഗോപാലന്റെ കീഴിൽ തന്ത്രങ്ങളും പ്രൊഫഷണൽ ശൈലിയും പരീക്ഷിച്ചാണ് ടീം കളത്തിലിറങ്ങിയത്. UK-യിലെ ജോലി തിരക്കുകൾക്കും വീട്ടു ചുമതലകൾക്കും ഇടയിലായിരുന്നു പെൺകുട്ടികൾ പരിശീലനത്തിനായി സമയം കണ്ടെത്തിയത്. ലിമ ടീമിനെ UK-യുടെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രവാസി മലയാളി സമൂഹവും സംഘടനകളും അഭിനന്ദിച്ചു. UK-യിലെ പ്രതികൂലമായ കാലാവസ്ഥയെ വകവയ്ക്കാതെ അവരുടെ കഠിനാധ്വാനത്തിന് ലഭിച്ച അംഗീകാരമാണ് ഈ ചാമ്പ്യൻസ് പട്ടമെന്നും അവർ പറഞ്ഞു. വരും വർഷങ്ങളിലും ഈ പെൺകരുത്ത് വലിയ വിജയങ്ങൾ ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലിവർപൂളിലെ കായിക പ്രേമികൾ. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 10ാമത് വാൽസിംഗ്ഹാം തീർത്ഥാടനം 18-ന് ശനിയാഴ്ച കൊണ്ടാടും. ഗ്രേറ്റ് ബ്രിട്ടനിലുടനീളമുള്ള സീറോ മലബാർ ഇടവകളിൽ നിന്നുമെത്തുന്ന 10,000-ത്തിലധികം ആളുകൾ മരിയം ഭക്തരെയാണ് ഇത്തവണ വാൽസിംഗ്ഹാം തീർത്ഥാടനത്തിലേക്ക് പ്രതീക്ഷിക്കുന്നത്. യൂറോപ്പിലെ ഏറ്റവും വലിയ മാതൃഭക്തരുടെ സംഗമത്തിലും മരിയം പ്രഘോഷണ തിരുനാളിലും പങ്കുചേരുവാനുള്ള അനുഗ്രഹ അവസരമാവും ശനിയാഴ്ച നടക്കുന്ന സീറോ മലബാർ സഭയുടെ തീർത്ഥാടനം. ആഗോളതലത്തിൽ അനുഗ്രഹങ്ങളുടെ പർദീസ എന്ന ഖ്യാതി നേടിയിട്ടുള്ള ഇംഗ്ലണ്ടിലെ നസ്രത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയ്ക്കും അനുഗ്രഹ സാഫല്യത്തിനും നന്ദി നേരുന്നതിനായി നിത്യേന നിരവധി ആളുകൾ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രമുഖ മരിയൻ അഭയകേന്ദ്രമാണ് വാൽസിംഗ്ഹാം. ഈ വർഷത്തെ തീർത്ഥാടനത്തിന് ആതിഥ്യം വഹിക്കുന്ന കേംബ്രിഡ്ജ് റീജിയണൽ സീറോ മലബാർ സമൂഹമാണ്. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ വിവിധ ഇടവകളിൽ നിന്നുമുള്ള മിഷനുകളിൽ നിന്നുമുള്ള പ്രസൂതേന്തിമാരുടെ വിപുലമായ പങ്കാളിത്തം ചടങ്ങിനെ കൂടുതൽ ഭക്തിസാന്ദ്രവും ആകർഷകവുമാക്കും. UK സ്പെഷ്യൽ ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.